ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു അടിപൊളി കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് ഓർഡേഴ്സും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് ക്രിസ്മസിന് ഓർഡർ കിട്ടൽ ഈ ഒരു സ്കൂൾ അടക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഓർഡേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഓർഡറായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 12 കേക്ക് 2 kg 12 കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് തിരൂരിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും നിമി സാറ ബേബിയും കൂടിയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ തിരൂരുള്ള കാറ്റ് പാർക്ക് എന്ന ഷോപ്പിലേക്കാണ് ആദ്യം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് കേക്കിൻ്റെ സാധനങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളത് കേട്ടോ. തിരൂരത്തെ ഏറ്റവും വലിയ ഷോപ്പാണ് കേട്ടത്. അപ്പോൾ ക്രിസ്മസ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേബി ഇങ്ങനെ എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ. അവൾക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ഇവിടെ നിന്ന് എടുക്കരുത്, അപ്പോൾ വേറെ ഷോപ്പിൽ നിന്ന് മിഠായി സാധനമൊക്കെ വാങ്ങിച്ചു തരണ്ടെന്ന്. അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് ആൾ. അങ്ങനെ പിന്നെ വേഗം തന്നെ ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അടുത്തതായിട്ട് തിരൂർ തന്നെയുള്ള AK മാളുണ്ട്. അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പിന്നെ അടുത്തതായിട്ട് പോകുന്നത്. അപ്പം കേക്കിനുള്ള മൈദ, ഷുഗർ അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ കൂടുതലും വാങ്ങിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പർച്ചേസിങ് പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ അവിടെ ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബിനെ അവിടെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇത്രയും സാധനങ്ങളായിരുന്നു ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് 22-ാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ കേക്കിന് ഓർഡർ ഉള്ളത്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച വൈകുന്നേരമായിട്ട് തന്നെ ബേക്കിങ് തുടങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ചെറിയ ഓവനായിരുന്നു. അപ്പോൾ 2 kg കേക്ക് ആയതുകൊണ്ട് ഒറ്റ കേക്കിനെ അതിൽ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ചൊവ്വയും ബുധനും ബേക്കിങ് കഴിഞ്ഞിട്ട് പിന്നെ വ്യാഴാഴ്ച ഐസിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. സാവധാനം ചെയ്താൽ മതിയല്ലോ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം ഞാനിതായി ബട്ടർ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സ്പോഞ്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ പുതിയൊരു സ്റ്റാൻഡ് മിക്സർ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അത് തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആയിരുന്നു ആദ്യത്തേത്. ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അത് ഈ ഒരു വാറൻറ്റി കഴിയുന്ന മുമ്പ് തന്നെ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട്. കാരണം അന്ന് അവർ സർവീസിന് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. 1 മാസം എടുത്തിട്ടുണ്ട് അവരത് റെഡിയാക്കി തരാനായിട്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് റെഡിയാക്കിയപ്പോൾ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും അത് തന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ കുറേ ആയിട്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഓർഡർ ഇല്ല, എന്താണ് വീഡിയോസൊന്നും ഇടാത്തില്ല അങ്ങനെയൊക്കെ കേട്ടോ. ഓർഡർ കുറച്ച് കുറവാണ്, എന്നാലും വീഡിയോസ് ഇടാത്തത്. നമ്മൾ ഓർഡർ കുറവാണെങ്കിൽ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ, ഉള്ള ഓർഡർ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോസ് ഇടാത്തത് കാരണം കണ്ടില്ല, മോൻ്റെ കൈ കണ്ടില്ല, അവൻ്റെ കൈക്ക് ഒരു ഫ്രാക്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ കട്ടിൽ നിന്ന് വീണിട്ട് 2 എല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് നല്ല റെസ്റ്റ് ആയിരുന്നു കേട്ടോ. 1 മാസമായിട്ട് അവനക്ക് റെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോനെ കരയിച്ചിട്ട് വീഡിയോ എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അതിപ്പോൾ ആ ഒരു കൈൻ്റെ പ്ലാസ്റ്റർ ഊരാനായിട്ടുണ്ട്. ഈ ഒരു 26-ാം തീയതി ഒക്കെ കണ്ടിട്ട് പ്ലാസ്റ്റർ ഊരും കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഇന്നത്തെ ബേക്കിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ബുധനാഴ്ചയൊക്കെ ഒരു 2 കേക്കിൻ്റെ വർക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ഒരു 5-6 സ്പോഞ്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ദിവസം ബുധനാഴ്ച രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് സ്പോഞ്ചിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കേക്കിൻ്റെ ആ ഒരു സ്പോഞ്ച് ഉണ്ടാക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ 2 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കായിരുന്നു ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ രാവിലെ ഒരു 10:30 ആയപ്പോഴേക്കും പിന്നെ ഓവൻ ഓഫാക്കിയിട്ട് അപ്പം ടോട്ടൽ ഒരു 10 സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാനിലേൻ്റെ 10 സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ ഏതായാലും അത് രാത്രിയിൽ പിന്നെ ബേക്കിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ, ഓവൻ കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 5:30 ആ ഒരു ടൈമിലായിരുന്നു അടുത്ത ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡിലൊരു 8 കേക്കായിരുന്നു കേട്ടോ. 2 kgൻ്റെ 7 പിന്നെ 2 kgൻ്റെ തന്നെ 3 kg സൈസിൽ ചെയ്യാനുള്ളൊരു കേക്ക് കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതാ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ച് ലേറ്റായി. അപ്പോഴേക്കും എല്ലാ സ്പോഞ്ചും റെഡിയായി, അതൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ എല്ലാതും ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ടേബിളിൽ തന്നെ വെച്ചതാണ്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച രാവിലെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഐസിങ് തുടങ്ങാമല്ലോ. അപ്പോൾ അതാ 12:30 ആയിട്ട് മോൾക്ക് എക്സാമാണ്. അപ്പോൾ അവൾ പഠിക്കാണ്ടാവും. മക്കൾ രണ്ടാളും ഉറങ്ങിയിട്ടില്ല. അവർ രണ്ടാളും അവൾ 2 സൈഡിലിരുന്നിട്ട് അവരിങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും പോയി കിടന്നിട്ടുണ്ടായത്, കാരണം ഇനി നേരത്തെ എണീക്കണമല്ലോ. അങ്ങനെ പിന്നെ വ്യാഴാഴ്ച രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു 2 സ്പോഞ്ച് കൂടി ഇതിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്, അതുണ്ടാക്കാനായിട്ട് വെച്ചു. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അതും ഇവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 3 മണിക്കാണ് ഞാൻ ഐസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം കുറച്ച് സാവധാനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ വീട്ടിലെ ജോലി മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർ രണ്ടാളും ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്ത് ഉറക്കിയതിൻ്റെ ശേഷമാണ് കേക്ക് വർക്കിന് വേണ്ടി നിന്നിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം നിയമ എക്സാമിന് പോയതാണ്. പിന്നെ മമ്മി മാത്രമല്ലേ ഉള്ളൂ, രണ്ടാളും കൂടി നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാദ്യം അതിന് വേണ്ട ക്രീമും ഈ ഒരു ക്രം കോട്ടിന് വേണ്ട ക്രീമും മൊത്തമായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഒന്നുകൂടെ വാങ്ങിയതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ ക്രീം വിപ്പ് ചെയ്യൽ കഴിഞ്ഞിട്ട് ആ ഒരു 3-4 പാക്കറ്റ് ക്രീം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയത് ഏതായാലും നന്നായിന്ന് തോന്നിട്ടോ. പിന്നെ അടുത്തതായിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുള്ള ആദ്യത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് എല്ലാ റാക്കിലും ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വിപ്പ് ചെയ്തിട്ടുള്ള ക്രീം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 3:30-3:45 ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം സ്പോഞ്ചൊക്കെ ഒന്ന് ലെയർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സ്പോഞ്ചും ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ കേക്ക് ലെയറൊക്കെ ചെയ്യൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യം കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടോ. അല്ലാണ്ട് ഇങ്ങനെ പൊടിയിൽ പിന്നെ ഐസിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അതുമല്ല മധുരം കണ്ടിട്ട് വേഗം ഉറുമ്പ് വരും കേട്ടോ.
അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ആദ്യത്തെ 10 വാനില കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഐസിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 2 കേക്കിന് കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വാനില കേക്കിൻ്റെ ആ ഒരു സെക്ഷൻ ക്രീം കോട്ടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് രാവിലെ തന്നെ തുടങ്ങിയാൽ മതിയെന്ന് കേട്ടോ. കാരണം ഇത് കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ കുറേയുള്ള കാരണം കഴിയുന്നില്ല കേട്ടോ. എത്ര ചെയ്തിട്ടും കഴിയുന്നില്ല. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുഴുവൻ കേക്കും ക്രീം കോട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതാ ഫസ്റ്റ് വാനില കേക്ക് ചെയ്തപ്പോഴേക്കും ടേബിൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ കേട്ടോ. ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാ കേക്കും ഞാനത് ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഫൈനൽ കോട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയിൽ മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവരൊക്കെ ഒന്ന് സെറ്റിലാക്കിയതിൻ്റെ ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരു നിർത്തം അങ്ങനെ മുഴുവനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടോ. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഒരു 3 മണി വരെ എല്ലാ കേക്കും ഫൈനൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് എടുത്തു കേട്ടോ. എത്ര ചെയ്തിട്ടും കഴിയുന്നില്ല. സത്യം പറഞ്ഞാലും മടുത്തു പോയിട്ടോ. കുറേ ചെയ്യാനുള്ള പോലെ തോന്നി. ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് കഴിയുന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ്. ഇനി എന്തായാലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങേണ്ടത്. രാവിലെ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഇത്ര നമുക്ക് പണി ഉണ്ടാവില്ല. കാരണം ഇത് 3:30 മുതൽ ഇങ്ങനെ ഒരേ നിൽപ്പല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിനും പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ 3 മണിക്ക് ഒന്ന് പോയി കിടന്നു. മോൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കാൻ കേട്ടോ. അവളും ഉറങ്ങുന്നൊന്നുമില്ല. അങ്ങനെ പിന്നെ 4 മണിക്ക് തന്നെ വീണ്ടും എണീറ്റിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ടെൻഷനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു 3ാമത് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ, അത് വെക്കലും ഭയങ്കര ടെൻഷനായിട്ടോ. നല്ല ശ്രദ്ധിച്ചിട്ട് കേക്ക് വെക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം താഴെ വീഴുമോ, മറ്റേ കേക്കുമൊക്കെ വീഴുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയാണ് കേട്ടോ. പിന്നെ എല്ലാ കേക്കും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നുള്ള ഒരു ഇതിലാണ് 3ാമത്തെ കേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴേക്കും ഒരുവിധം എല്ലാതും റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി എല്ലാ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നോക്കൂ, 19 കേക്കാണ് ഇപ്പോൾ ഞാനിതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ.
ഇതിൽ 18 കേക്ക് 2 kg കേക്കും പിന്നെ ഒന്ന് 3 kg സൈസിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ മാഷാഅല്ലാഹ് അടിപൊളിയിട്ട്. കാരണം ഇത്രയും വലിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഇങ്ങനെ കേക്ക് നിറച്ച് വെക്കുക അതെൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ. അതെന്തായാലും ഇന്നത്തെ ദിവസം സാധിച്ചിട്ടോ. അങ്ങനെ പിന്നെ ഒരു 7:30 കഴിഞ്ഞതിൻ്റെ എല്ലാ കേക്കും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് പഠിച്ചതിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എനിക്ക് ഇത്രയും വലിയൊരു വർക്ക് തന്നതിന്. ഇന്നത്തെ ഒരു ദിവസം അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിറകിൽ. എന്നാലും ഈ ഒരു ഒന്നിച്ച് ആ ഒരു കേക്കൊക്കെ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ പിന്നെ കേക്ക് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതൊരു 8:30 മുതലാണ് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചില കേക്ക് വീട്ടിൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും, ചിലത് നമ്മൾ ഡെലിവറി ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാതും വേഗം ബോക്സിലാക്കിയിട്ട് പകുതി കേക്ക് ഞാൻ റൂമിൽ AC ഇട്ടിട്ട് വെച്ചു. പിന്നെ ബാക്കി പകുതി ഫ്രിഡ്ജിൽ വെച്ചു. കാരണം ബോക്സിലാക്കി പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഡെലിവറി ചെയ്യാനുള്ള കേക്കൊക്കെ ബോക്സിലാക്കിയിട്ട് പിന്നെ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇന്നലെ തന്നെ വന്ന ഒരു 2 kg വർക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല, അത് ഈ ഒരു ക്രിസ്മസ് തീമല്ലല്ലോ. പിന്നെ അതാ കേക്കൊക്കെ ഒരു ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അടുത്തത് ഓട്ടോയിലാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ഒരു 10 കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ബോക്സാക്കി വെച്ചതിൻ്റെ ശേഷം ഇത് ഓട്ടോയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വേറെ രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സേഫ് അല്ലാന്ന് തോന്നി. ഇപ്പം ബാക്കി കുറച്ച് താഴെ വെച്ചിട്ട് അങ്ങനെ തന്നെ കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ സ്കൂളിൽ എത്തിച്ചിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് തന്നെ കൊടുക്കാനായിട്ട് 2 വർക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് 1 kg വന്നിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ ഒന്ന് നട്ടി ബബിൾ കേക്കും വന്നിട്ട്. അപ്പോൾ അത് രണ്ടും ഒരു ഉച്ചയായപ്പോൾ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്